നിങ്ങളുടെ ഈ വിചാരങ്ങളാണ് പ്രോബ്ലം. എനിക്കങ്ങനെ തോന്നിയിരിക്കണത്. വിചാരങ്ങളാണ് പോണത്. എന്നുവെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഇപ്പോൾ ഓരോരോ സ്ഥലത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം പറഞ്ഞു. എന്നാൽ നൈസി വെട്ടക്കലിൻ്റെ സാക്ഷ്യം എന്താ? അവൾ ഇതിലെ കൂടി പോകുമ്പോൾ മാതാവിനെ കാണുമ്പോൾ തിരിഞ്ഞു കളയും. ഇതിലെ കൂടി ബസ്സിന് പോകുമ്പോഴേ കിഴക്കട്ട് നോക്കുക മാതാവിനെ കാണുമ്പോൾ തിരിഞ്ഞു കളയും അവൾ. എന്താ കാര്യം? അവൾ ഉടമ്പടി എടുത്ത പാർട്ടിയാണ്. ഉടമ്പടി എടുത്ത ഒരു ആളാണ്. മാതാവിനെ കാണുമ്പോൾ തിരിഞ്ഞു കളയും. വേറെ അസുഖമൊന്നുമില്ല. എന്താണ് മാതാവിനെ കാണുമ്പോൾ തിരിഞ്ഞു കളയാൻ കാരണം? അവൾക്ക് ഇസ്രയേലിന് പോകാൻ വേണ്ടിയാണ് അവൾ ഉടമ്പടി എടുത്തിരിക്കുന്നത്. നൈസി വെട്ടക്കൽ സാക്ഷ്യം കേട്ടല്ലേ അല്ലേ? ഇസ്രയേലിന് പോകാൻ ഉടമ്പടി എടുത്ത. പക്ഷേ എന്നാ സംഭവിച്ചിരിക്കണത്? പോകാൻ വേണ്ടി വണ്ടിയൊക്കെ എല്ലാ യാത്രക്കെല്ലാം സെറ്റ് ചെയ്ത് വിസയുമായി പോകാനുള്ള എല്ലാ പേപ്പറുമായി പൈസയുമായി വന്നപ്പോൾ ഏജൻറ്റ് പറയണേ 2 ദിവസത്തെ താമസമുണ്ടെന്ന് പറഞ്ഞ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അതോടുകൂടി ഇനി അടുത്ത ഇൻടേക്കിന് പോകാൻ പറ്റത്തുള്ളതെന്ന് പറഞ്ഞു. അതോടുകൂടി അത് ഏതാണ്ട് ഒക്ടോബർ 4-ാം തീയതി പറഞ്ഞതാണ്. ഇവർക്ക് അതിന് ഭയങ്കരമായ കലിയായി. ഞാൻ പിന്നെ നീലത്തിരി കത്തിച്ച എന്തിനാണ്? ഞാൻ പിന്നെ പച്ചത്തിരി കത്തിച്ച എന്തിനാണ്? എന്ത് മാതാവാണ് ഞാൻ? ഇതിനു വേണ്ടിയല്ലേ ഇക്കാലം മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? ഇതിനു വേണ്ടിയല്ലേ? ഈ ഇസ്രയേലിൽ പോകാൻ വേണ്ടിയല്ലേ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? അപ്പോൾ ഇത് പഠിക്കാൻ ചെന്നപ്പോൾ കുടവടച്ച പോലെ ആയില്ല എന്നൊക്കെ പറഞ്ഞ് ഇവള് തനി നിറം കാണിച്ച്. ഈ തനി നിറമുണ്ടേ, അതാണ് പ്രശ്നം. എല്ലാവരുടെ കയ്യിൽ ഈ തനി നിറമുണ്ടേ. 2 ആഴ്ച പ്രാർത്ഥനയ്ക്ക് ഉത്തരം താമസിച്ചാൽ തനി നിറം പുറത്ത് വരും. പക്ഷേ ഈ തനി നിറത്തിൻ്റെ കുഴപ്പമുണ്ട്. നിങ്ങൾ ഒളിച്ചു വെച്ചിരിക്കുന്ന ഈ തനി നിറം ദൈവത്തിന് നിങ്ങളെ സൂര്യപ്രകാശം പോലെയാണെന്നാണ് പറയണത്. കാണാൻ നേരത്തെ വെറുതെ വന്ന് പണി മേടിക്കല്ലേ. ഇപ്പോൾ നൈസി വെട്ടക്കലിന് മാതാവ് സേവ് കണ്ടില്ലേ? എങ്ങനെ സേവ് ചെയ്തത്? അതായത് ഒക്ടോബർ 4-ാം തീയതി യാത്ര മുടക്കി. അപ്പം അന്ന് യുദ്ധമില്ല. പക്ഷെ അമ്മയ്ക്കറിയാം യുദ്ധം നടക്കാൻ പോണെന്ന്. അതാണ് വിഷയം. നീ നടക്കുന്നത് ഞാൻ അറിയുന്നു. നിന്റെ ആന്തരിക വിചാരം. 139 സങ്കീർത്തനം 2-ാം തിരുവചനം. 139 സങ്കീർത്തനം 2. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു. എല്ലാ വിഷയത്തിൻ്റെ മേലും ബ്ലൂ പ്രിൻ്റ് കയ്യിലുണ്ടെന്നായി പറയണത്. മനസ്സിലായില്ലേ? എവിടുത്തെയും നിങ്ങളുടെ തനി നിറത്തെക്കുറിച്ച് ഒരു അറിവുണ്ട്. ഇവള് അമ്മയെ തെറി വിളിക്കുന്ന കാര്യം ഉറപ്പാണ്, നമുക്കറിയാം. യാത്ര ഒന്ന് മുടങ്ങിയാൽ അമ്മയെ തോന്നിയവാസം പറയുമെന്നറിയാം നമ്മുടെ ജീവിതത്തിൽ. പക്ഷെ ഇപ്പം എന്നാ പറ്റി? ഇപ്പം ആളിന് ഭയങ്കര സങ്കടമായി. എന്താണ്? ഈ ചെന്നവർക്ക് പുറത്തിറങ്ങാൻ പറ്റണില്ല. ചെന്നവർ തന്നെ അടുത്തത് നമ്മളവിടെ ചെല്ലും. നമ്മുടെ പ്രധാനമന്ത്രി വണ്ടിയും കൊണ്ട് വേറെ ചെല്ലും. എന്തിനാണ് ചെല്ലണത്? ഓപ്പറേഷൻ ഹജ്ജ് അവിടെ ചെന്നവരെ തന്നെ തിരിച്ചു കൊണ്ടുപോരാൻ. ഈ ഒരു കഥ അമ്മ നേരത്തെ അറിയണം എന്നാണ് പറയണത്. നീ നടക്കുന്നത് ഞാൻ അറിയുന്നു, നീ കിടക്കുന്നത് അറിയുന്നു, നിൻ്റെ ഓരോ വിചാരവും ഞാൻ അറിയുന്നു. അതുകൊണ്ട് സംരക്ഷണമാണ് ഉടമ്പടിയിലെ. ഉടമ്പടി നിനക്ക് സംരക്ഷണം തന്നിരിക്കുകയാണ്. അപ്പോൾ നീ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ അകത്താണ്. ഇതൊരു അയൺ ഡോമാണ് ശരിക്കും പറഞ്ഞാൽ ഉടമ്പടി. എന്താ കാര്യം? ഉടമ്പടി ദൈവം നിന്നെ സംരക്ഷിക്കുന്ന ഒരു വലയം തീർത്തിരിക്കുകയാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടി എന്ന വലിയ സംരക്ഷണ വലയത്തിലെ എന്നെ വിളിച്ചു ചേർത്തതിനും ചിറകിന്റെ കീഴിലെ എന്റെ ജീവിതത്തെ സംരക്ഷിക്കാൻ കണ്ണീരിന്റെ കാലത്ത് എന്നെ വിളിച്ചു നിർത്തിയതിന് നന്ദി പറയുന്നു. ഇരിക്കുക. ഉടമ്പടിയുടെ ആന്തരിക പരിച്ഛേദങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ധ്യാനം നിങ്ങളെ ശരിക്കും സഹായിക്കും. നിങ്ങളെ സത്യസന്ധമായി നിങ്ങളെ ഉയർത്തും, നിങ്ങളെ വളർത്തും, ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരാക്കി മാറ്റും.
ഈ മേരി ജോർജിൻ്റെ സാക്ഷ്യത്തിലുള്ള ഒരു പ്രത്യേകത എന്താ അറിയാം? മേരി ജോർജ് പറയണത് എനിക്ക് അപ്പം ഈ ആദ്യം മകൾ വന്ന് സാക്ഷ്യം ആദ്യം മകൾ വന്ന് ഉടമ്പടി എടുത്തിട്ട് മകൾ ചെന്ന് അവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മേരി ജോർജിൻ്റെ മനസ്സും മാറിയായിരുന്നു. അവരും വന്ന് ഉടമ്പടി എടുത്ത് ഭയങ്കര തട്ടിപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് കാര്യം മനസ്സിലായി. ഇത് ആൾക്കാർ നമ്മുടെ ശത്രുക്കൾ പറഞ്ഞ് പരത്തണ കാര്യങ്ങളാണ്. അപ്പോൾ അവർ വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ ഈ മേരി ജോർജ് നേരിട്ട് ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ അവരുടെ സാക്ഷി യൂട്യൂബിലുണ്ട്, നോക്കണേ. അവരുടെ പ്രശ്നങ്ങൾ, കുറേ പ്രശ്നങ്ങളുണ്ട് അവർക്ക്. അവർ പറയും ബൈബിൾ വായിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ബൈബിള് വായിക്കാറുണ്ട്, പക്ഷേ അതല്ല പ്രശ്നം. ഞാനൊരു ദൈവ പൈതലല്ല, അതാണ് സംഭവം. അവൾ കരിസ്മാറ്റിക് ആണെന്ന് പറഞ്ഞാണ് ഫുള്ളൻ, പക്ഷെ അവർ തന്നെ പറയുന്നത് ഞാനൊരു ദൈവ പൈതലല്ല എന്ന് പറയും. അതിനവർ പറയുന്ന ന്യായം എന്താണെന്നറിയാവോ? ആ ന്യായം നമ്മൾ കേൾക്കണം. അവർ പറഞ്ഞത് ഞാൻ ദൈവ പൈതൽ, ഇപ്പം ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവമക്കളാണ്. ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ റോമ 8:14 ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ അവകാശികളാണ്. പക്ഷെ ഞാൻ അവകാശിയല്ല എന്ന് പറയും. അതാ പ്രശ്നം. ഉടമ്പടി അവകാശം പ്രാപിക്കണ പ്രാർത്ഥനയാണല്ലോ. അപ്പോൾ മേരി ജോർജ് പറയും ഞാൻ മക്കളാണ്, പക്ഷേ ഞാൻ അവകാശിയല്ല. എന്താ കാര്യം അങ്ങനെ പറയാൻ കാര്യം എന്താ? അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അവർ പറയണതേ 8:17 എടുത്ത് റോമ 8:17 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. റോമ 8:17 നാം മക്കളെങ്കിൽ അവകാശികളുമാണ്, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും. അപ്പം ഇവർ അവകാശികളല്ല എന്നാണ് പറയണത്. എന്താ കാര്യം വെച്ചാൽ എനിക്ക് ക്ഷമിക്കാൻ പറ്റണില്ലെന്ന്. അതാണ് സംഭവം. ഈ സാക്ഷ്യം പറയുന്ന ആൾക്കാർ നമ്മളെ നല്ല ശരിക്കും ധ്യാനിപ്പിക്കുകയെ ചിലത്. അവർ സ്വന്തമായിട്ട് മനസ്സിലാക്കുകയാണ് കാര്യം എന്താ, ഞാൻ കർത്താവിൻ്റെ വാക്ക് പാലിക്കണില്ല. എന്താ കാര്യം? എനിക്ക് വൈരാഗ്യം മനസ്സിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കാര്യം ഇവരെന്തോ ഒരു സഹകരണ സംഘത്തിലാണ് ഈ അയൽക്കൂട്ടമൊക്കെ ഉണ്ടല്ല. പിന്നെ എന്താണ്, നിങ്ങൾക്ക് കുറേ സംഭവങ്ങളൊക്കെ നാട്ടിൽ സഹകരണ സംഘമുണ്ട്, പിന്നെ എന്തുണ്ട്, കുടുംബശ്രീയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ കുടുംബശ്രീയിൽ നിന്ന് അവർ പുറത്താക്കിയിരിക്കണം എന്ന് തോന്നുന്നു. കുടുംബശ്രീയിൽ ചിലരകത്താക്കും, ചിലർ പുറത്താക്കും. എല്ലാം സാമ്പത്തിക വിഷയമാണല്ലോ. അപ്പോൾ ഇവർക്ക് ഭയങ്കര സങ്കടം. അത് കാരണം ഈ തന്നെ പുറത്താക്കിയ ആൾക്കാരോട് ക്ഷമിക്കാൻ പറ്റണില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവകാശിയല്ല എന്നാണ് ഭയങ്കര. നിങ്ങളൊക്കെ ചിന്തിച്ചേക്കണം ഈ വിഷയം. അതായത് ഞാൻ അവകാശിയല്ല എന്നാണ് ഇവൾ പറയണത്. എനിക്ക് അവകാശിയാകണം, അവരോട് ക്ഷമിക്കണം. പക്ഷേ എൻ്റെ മനസ്സ്, ഞാൻ കള്ളിയായിട്ട് എന്നെ മുദ്രകുത്തിയല്ലേ അവർ പുറത്താക്കിയത്, അത് തെരിക്കണം. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ അമ്മയിൽ അഭയം പ്രാപിച്ചിരിക്കണം. ഉടമ്പടി എടുത്തപ്പോൾ അമ്മ ഇത് തെളിച്ച് തന്നെ എൻ്റെ ഈ വിഷമം കണ്ടിട്ട് എൻ്റെ സത്യാവസ്ഥ നാട്ടുകാർക്ക് ബോധ്യപ്പെടണം. ഞാൻ കാലണം ഒരു മനുഷ്യൻ്റെ എടുത്തിട്ടില്ല, പക്ഷേ അത് നാട്ടിൽ കാലിലിപ്പോൾ മുമ്പ് ഞാൻ കള്ളിയാണ്. അതുകൊണ്ട് അമ്മ ഇത് തിരിച്ചു തന്നെ എനിക്കൊരു അടയാളം തരണമെന്ന് പറഞ്ഞു. അടയാളം തരണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവരന്ന് സ്വപ്നത്തിൽ ഒരു മുസ്ലിം വേഷധാരിയായ ഒരു ചെടുത്തി തൻ്റെ 12 വയസ്സുകാരൻ പയ്യനുമായിട്ട് നടന്നു പോവുകയാണ്. സ്വപ്നത്തിലാണ്, അടയാളം കൊടുത്തതാണ്. കാര്യം അമ്മ ഈ വെയിലൊക്കെ ഇട്ടേക്കുമല്ല. അപ്പോൾ അതാണ് അവരങ്ങനെ അവരുടെ സാക്ഷ്യം വേണ്ട, അവർ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ ഈ വിഷയം ടേക്കപ്പ് ചെയ്തെന്ന്. കാര്യം അമ്മ എല്ലാവർക്കും അടയാളം കൊടുക്കുന്നുണ്ടല്ലോ, ചോദിക്കണ എല്ലാവർക്കും അടയാളം കൊടുക്കുന്നുണ്ട്. 12 വയസ്സുള്ള ഈശോയുമായിട്ട് അമ്മ യാത്ര ചെയ്യുന്ന ഒരു അടയാളം കിട്ടി. അത് കഴിഞ്ഞ് ഞാനൊരു സ്വപ്നം കണ്ടത് എന്താണ്, അമ്മ എൻ്റെ അടുത്ത് വന്നിരുന്ന്, എന്നിട്ട് അമ്മ എന്നോട് പറഞ്ഞു പാസ്ബുക്കെല്ലാം എടുപ്പിച്ചു. പാസ്ബുക്കെല്ലാം എടുപ്പിച്ച് പറഞ്ഞു ഇത് 16,000 രൂപയുണ്ട്, അത് നിൻ്റെ അനുവാദത്തോടെ അവർ ബാങ്കിൽ നിന്ന് എടുത്തതാണ്. വേറെ ഒരു 23,000 രൂപയുണ്ട്, അത് നിൻ്റെ അനുവാദം ഇല്ലാതെ ബാങ്കിൽ നിന്ന് എടുത്തതാണ്, നീ അവിടെ പാസ്ബുക്കെല്ലാം കളക്ട് ചെയ്യാൻ പറഞ്ഞു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരു സാക്ഷ്യത്തിൻ്റെ ഈ അതായത് സാക്ഷ്യമാണ് പോക്കുണ്ടല്ലേ, നമ്മളുടെ പ്രശ്നം പർട്ടിക്കുലർ പ്രോബ്ലം എന്താണ്, ആ പർട്ടിക്കുലർ പ്രോബ്ലം അതുപോലെ പഠിച്ചിട്ട്
പിറ്റേ ദിവസം തന്നെ ഇവരെല്ലാത്തിനെയും വിളിപ്പിച്ചു, എല്ലാത്തിൻ്റെയും പാസ്ബുക്ക് എടുപ്പിച്ചു. അപ്പോഴേ ഈ അവർ പറഞ്ഞ് അമ്മ പറഞ്ഞ പോലെ തന്നെ 23,000 രൂപ എൻ്റെ അനുവാദമില്ലാതെ ഇവർ ബാങ്കിൽ നിന്ന് എടുത്തത് ഞാൻ പാസ്ബുക്കിൽ കണ്ടത്. അപ്പോൾ കറക്റ്റ് ചെയ്ത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇന്നലെയാണോ മെനയാന്ന് സജി തോമസിന് സാക്ഷ്യം. ഇവിടുത്തുകാരനായ നമ്മുടെ മലയാളിയാണ്, പക്ഷേ പുള്ളിക്കാരൻ 10-20 കൊല്ലമായിട്ട് പഞ്ചാബിൽ ബോർഡറിൽ താമസിക്കാൻ, പാകിസ്ഥാൻ ബോർഡറിൽ താമസിക്കാൻ സജി തോമസ്. അയാൾ ഒരു ദിവസം നാട്ടിൽ വന്നപ്പോൾ കൂട്ടുകാർ ബസ്സുകാർ അദ്ദേഹത്തിനെ ഇവിടെ കൊണ്ടുവന്ന് മാതാവിനെ കാണിച്ചു. അപ്പോഴേ കുറേ പ്രോബ്ലമാണ് പുള്ളിയുടെ കയ്യിൽ നിന്ന്. ഇപ്പോൾ സ്കൂൾ നടത്തുകയാണ്, 4 സ്കൂളുണ്ട്. വൈഫ് പ്രിൻസിപ്പളാണ്, പുള്ളിക്കാരൻ അതിൻ്റെ ചെയർമാനാണ്. അപ്പോൾ സ്കൂളൊക്കെ സ്കൂൾ ഡെവലപ്പ് ചെയ്ത് വരും. നിങ്ങൾക്കറിയാവില്ല, ഓരോ സംഭവം ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ അത് ട്രസ്റ്റാണെങ്കിൽ അതിൻ്റെ ട്രസ്റ്റിൻ്റെ അകത്ത് വേറെ ആൾക്കാർ, ഇപ്പോൾ നാട്ടിലെ പല ലൈബ്രറിയില്ലേ, ലൈബ്രറി തുടങ്ങിയ ആൾക്കാർ വേറെ ആയിരിക്കും, ഇപ്പം നടത്തുന്നത് വേറെ ആൾക്കാരായിരിക്കും. കൂടുതൽ ആൾക്കാർ വേറെ പാർട്ടിയുടെ ആൾക്കാർ അതിൻ്റെ അകത്ത് കൂടുതൽ കയറിയിട്ട് അവർക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവർ ഭരണം പിടിച്ചെടുക്കുമ്പോൾ കയ്യിൽ നിന്ന് ഉണ്ടാക്കിയവൻ ആ സ്ഥാപനം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇങ്ങയുടെ സ്കൂള് എല്ലാം ഇതുപോലെ നഷ്ടപ്പെട്ടു പോയി. ഒന്ന് ചിന്തിച്ച് വയ്ക്കണേ. കഷ്ടപ്പെട്ടത് അങ്ങേര്, പിന്നെ ട്രസ്റ്റായതുകൊണ്ട് ഷെയറല്ലേ, 1% കൂടുതൽ ആർക്കിടുന്നു അവർക്കാണ് അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ പവർ. അതിന് കമ്പനികൾക്കും അതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഒരു ഭാര്യപ്പെട്ട ആൾക്കാർ ഷെയർ കൊടുക്കത്തില്ല. പക്ഷെ സന്നദ്ധം നടത്താൻ വരുമ്പോൾ ഷെയർ പബ്ലിക്കായിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അവർ അധികാരം കൊണ്ടുപോകും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പം ഇങ്ങനെ ഇയാളുടെ സ്കൂളുകളെല്ലാം നഷ്ടപ്പെട്ടു. സജി തോമസിൻ്റെ മാന്യനായൊരു മനുഷ്യൻ, നല്ല രസകരമുള്ള സാക്ഷ്യമാണ്. ഇട്ടിട്ടില്ല, ഈ ദിവസങ്ങൾ അപ്പ് ചെയ്യും. അദ്ദേഹം വേറെ സർക്കാസ്റ്റിക്കായിട്ടൊരു കാര്യം പറയും. അയാൾ ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടി എടുത്ത് ബസ് സ്റ്റോപ്പിൽ ചെന്നപ്പോൾ തന്നെ മൊബൈലിലൊരു മെസ്സേജ് വന്ന്. എന്ത് മെസ്സേജെന്നറിയാവോ? കിട്ടക്കടമായൊരു സംഭവം ഉണ്ടായിരുന്നു. 3 കൊല്ലമായിട്ട് യാതൊരുവിധ കറസ്പോണ്ടൻസും ഇല്ലാതെ പൈസ കിട്ടാതെ കിടന്നൊരു സ്ഥലമാണ്. ഇയാൾക്ക് അക്കൗണ്ടിൽ പൈസ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ്. ഇത് ചിന്തിച്ചിട്ടില്ലേ മനുഷ്യൻ? ഈ മനുഷ്യൻ അതിനെ ഉടമ്പടി എടുത്തപ്പോൾ അത് പറഞ്ഞിട്ടില്ല. കാര്യം അത് പുള്ളി എഴുതി തള്ളിയാലും നിൻ്റെ രക്തത്തിൻ്റെ പണമാണ്, നിൻ്റെ വേർപ്പിൻ്റെ കാശാണെങ്കിൽ അമ്മ ഉടമ്പടി ഇല്ലാത്ത കാര്യങ്ങൾക്കും സമാധാനം ഉണ്ടാക്കും. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഈ സജി തോമസ് എന്ന് പറയുന്ന സാറ് പക്കയാണ്. പത്രവിതരണം ചെയ്യുന്ന കാര്യത്തിലും അത് ഹിന്ദി പത്രം വാങ്ങിച്ചുകൊണ്ട് പോണത്. ഹിന്ദി പത്രം വാങ്ങിച്ചിട്ട് അദ്ദേഹം കർത്താവിനെ അറിയാത്ത മേഖലകളിലൊക്കെ അറിയിക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. നമ്മളിങ്ങനെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് എന്ന് ആദ്യമേ തന്നെ ദൈവത്തിന്. ഇപ്പം ചില ആൾക്ക് എന്നെ കാണാൻ വരത്തില്ലേ, അച്ഛനെ കാണാൻ ഇവിടെ ആൾത്തറയിൽ കടവുള്ളവർ വരും, രോഗികൾ വരും. ചില ആൾക്കാർ വരുമ്പോൾ തന്നെ ഞാൻ പറയും, ചേട്ടാ ഇത് ശരിയാകത്തില്ല ചേട്ടാന്ന് പറയും. അതെന്താ കാര്യം? ചേട്ടന് കർത്താവുമായിട്ട് ബന്ധമൊന്നുമില്ല. വൈഫിൻ്റെ ഉടമ്പടി എടുത്തിട്ട് അതിൻ്റെ പേരിൽ പുള്ളി വൈഫിൻ്റെ ജാമ്യത്തിൽ വന്നിരിക്കുന്ന ഒരു പ്രതിയാണ് പുള്ളി. ഇയാളിത് വീട്ടിൽ പോയാലും ഒന്നും ചെയ്യത്തില്ല. പെണ്ണും പിള്ളയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കാൻ നോക്കും, വർക്കൗട്ട് ചെയ്യത്തില്ല. നമുക്കറിയാൻ പറ്റും. നമ്മൾ ഈ മോട്ടർ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഗ്യാസ് അടിക്കണ പോലെ അടിക്കത്തില്ല. ചിലന്മാരുടെ തലയിൽ കൈവെക്കുമ്പോൾ തന്നെ അറിയാം ഈ സാധനം നടക്കത്തില്ല എന്നറിയാം. ഇപ്പം എൻ്റെ സ്വഭാവത്തിൽ ഞാൻ നേരിട്ട് പറഞ്ഞേക്കാം, ചേട്ടാ നടക്കത്തില്ല ചേട്ടാ, വടിയിട്ടൊക്കെ പറയും. അതെന്താ കാര്യം? ഇതെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഇത് ആരുടെ എങ്കിലും കെയർ ഓഫിൽ അനുഗ്രഹം അടിച്ചു മാറ്റാൻ പറ്റത്തില്ല. സത്യസന്ധത ഒരു പ്രശ്നമുണ്ട്. അതായത് ആരെങ്കിലും കൂടെ പണിയെടുപ്പിച്ചിട്ട് നിങ്ങളതിൻ്റെ ആനുകൂല്യം കൈപ്പറ്റാൻ പറ്റത്തില്ല. ഉടമ്പടി നോക്കുകൂലിയൊന്നുമില്ല.
മനസ്സിലായില്ലേ? അതെപ്പോഴും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഭാര്യയെപ്പോലെ തന്നെ വിശ്വസിക്കുകയും നിങ്ങൾക്ക് ആവതില്ല പ്രവർത്തിക്കാമെന്ന് വിചാരിച്ചോ എന്ന് വെച്ചാൽ ഓക്കെ, നിങ്ങൾക്ക് ആവതുണ്ടായിട്ടും നിങ്ങൾ പ്രവർത്തിക്കത്തില്ല. അതിന് പകരം വൈഫിനെ കൊണ്ട് പ്രവർത്തിച്ചിട്ട് നിങ്ങൾ നോക്കുകൂലി വാങ്ങിക്കും. അത് ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. കാര്യം ദൈവം നമ്മുടെ മനസ്സല്ലേ നോക്കണത്. അപ്പം നിങ്ങൾ അങ്ങനെ നിങ്ങളെ സ്പോൺസർ ചെയ്യുന്നവർ, അതുകൊണ്ടാണല്ലോ ഇപ്പോൾ പരീക്ഷക്കാരെ അച്ഛൻ നേരിട്ട് എടുക്കണില്ലല്ല. പരീക്ഷക്കാർക്ക് കാണണമെന്നുണ്ടെങ്കിൽ അവർ ഉടമ്പടി ചെയ്യണം. അപ്പം നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ ഒരു നിർദ്ദേശമാണ്, ഒരു വീട്ടിൽ 2-3 ഉടമ്പടിയുടെ ആവശ്യമൊന്നുമില്ല. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ പരീക്ഷക്കാരുണ്ടെങ്കിൽ അവരെ കൊണ്ട് നിങ്ങൾ ഉടമ്പടി എടുപ്പിക്കേ. അല്ല പിന്നെ അമ്മയും വന്ന് ഉടമ്പടി എടുത്ത് അപ്പനും വന്ന് ഉടമ്പടി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങളുടെ വീട്ടിൽ പരീക്ഷക്കാരുണ്ട്, അതുപോലെ തന്നെ ഏറ്റവും അത്യാവശ്യം ഇരിക്കുന്ന ആൾക്കാരെ കൊണ്ട് ഒരു ഉടമ്പടി എടുപ്പിക്കും. അപ്പം പിന്നെ അത് ആ ഉടമ്പടി മകള് ഉപയോഗിക്കാൻ പറ്റും, അമ്മയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുമല്ല. അപ്പം അത് അങ്ങനെ മക്കൾ ചെയ്യണം. അല്ലാതെ അമ്മ ഉടമ്പടി എടുത്ത് മകൾ വേറെ ഉടമ്പടി എടുക്കരുത്. അതൊരു മണ്ടത്തരമാണ്. ഞങ്ങൾക്കിങ്ങനെ ഉടമ്പടിയുടെ എണ്ണം കൂടി ഒന്നും ചെയ്യാനില്ല. ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് ദൈവത്തിൻ്റെ പൈതങ്ങളായിട്ട്. അപ്പം ചേച്ചി എന്താ പറയണത്? ഞാൻ ദൈവ പൈതലല്ല, എനിക്ക് കർത്താവിൻ്റെ അവകാശമില്ല, എനിക്ക് ക്ഷമിക്കാൻ പറ്റണില്ല. അതാണ് പ്രശ്നം. ഞങ്ങൾ നോക്കണ അതാണ്. ഉടമ്പടി എണ്ണം കൂട്ടുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് നിങ്ങൾ ഉള്ളവർ ദൈവത്തിൻ്റെ കൃപയിൽ ദൈവത്തിനൊരു ഞങ്ങൾക്ക് ബോധ്യപ്പെടാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് ബോധ്യപ്പെടാൻ പറ്റണ എന്തുമാത്രം ബോധ്യപ്പെടാൻ പറ്റും? ആ ക്ലാപ്പ് പേപ്പർ നോക്കിയിട്ട് നിങ്ങൾ സഭയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം. അപ്പോൾ ഉടനെ നിങ്ങൾ തലയാട്ടും. ഉണ്ടെന്നാ ഇല്ലെന്നാ. ആ കൗൺസിലിന് കണ്ണ് കാണാൻ പാടില്ലെങ്കിൽ ഉണ്ടെന്നാണോ പറഞ്ഞതെന്ന് ഇല്ലെന്നാണെന്ന് അറിയാൻ പറ്റില്ല. അവർ ടിക്കിടും. ഇപ്പോൾ വയസ്സന്മാരൊക്കെ അല്ലേ ഇരിക്കണം. എനിക്ക് അത് കാരണം എനിക്ക് പേടിയാണ്. ഇവരെന്തെന്ന് പടപെടാൻ ടിക്കറ്റ് പോകണല്ലോ. അതെന്ന് വെച്ചാൽ പ്രശ്നം, നിങ്ങളുടെ സഭയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർ തലയാട്ടും. ഉണ്ടെന്നാണ് ഇല്ലെന്നാണ് നമുക്കറിയാൻ പാടില്ല. എല്ലാവരും ടിക്കിടും. എന്താണ് എനിക്ക് പോകണം എന്ന് പറഞ്ഞ് നിൽക്കുകയല്ലേ. നിങ്ങൾ ഈ വാണത്തിന് തീ കൊടുക്കാൻ വേണ്ടി നിൽക്കണ പോലെ നിൽക്കുകയാണ് അവിടെ. നിങ്ങൾ മര്യാദക്ക് ഇതൊക്കെ ആദ്യം മനസ്സുകൊണ്ട് തന്നെ ഇത് പുതുക്കുക. എന്നിട്ട് അതിൻ്റെ രേഖ ഇവിടെ ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത് ആദ്യം. അല്ല, ഈ രേഖ ഒന്നും വർക്കൗട്ട് ചെയ്യത്തില്ല. നിങ്ങൾ തോന്നിവാസം ചെയ്യുകയും ചെയ്യും. ഇവിടെ വന്ന് നുണ പറഞ്ഞ് രേഖ ഉണ്ടാക്കിയിട്ട് പോന്നു കഴിഞ്ഞാൽ എന്ത് വർക്ക് ചെയ്യാനാണ്? ഉടമ്പടിയോട് സിൻസിയറിറ്റി കാണിക്കണം. ദൈവം എന്താ കൗണ്ട് ചെയ്യണത്? ദൈവം ഈ ക്ലാപ്പ് പേപ്പറല്ല കൗണ്ട് ചെയ്യണത്. ക്ലാപ്പ് പേപ്പർ കൗണ്ട് ചെയ്യണ ജോസഫച്ചൻ. ദൈവം കൗണ്ട് ചെയ്യണ അതല്ല, വേറൊരു ക്ലാപ്പ് പേപ്പറുണ്ട്. ഈ സത്യസന്ധമാണോ എന്ന് ദൈവത്തിന് അറിയാമല്ല. ഈ പറഞ്ഞ് പറ്റിച്ചിരിക്കുന്ന സംഭവം സത്യസന്ധമാണോ ഇല്ലെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ദൈവസ്നേഹത്തോട് സത്യസന്ധമായി ഉടമ്പടിയോട് സുവിശേഷവിഹിതമായി പ്രതികരിച്ചിട്ട് ദൈവസ്നേഹത്തിൻ്റെ സാക്ഷികളാകാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് സാക്ഷികളാക്കി മാറ്റുവാൻ ഈ ആരാധനയിലൂടെ